ശ്രദ്ധിക്കുക, നമ്മളാ ട്രയാങ്കിളിന്റെ ഇക്വാലിറ്റി, അതായത് ഈക്വൽ ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ട് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ ഫീച്ചേഴ്സ് നോക്കുകയാണ്. അതായത് ത്രികോണങ്ങൾ തുല്യമാണ് എന്നുള്ള തുല്യത തെളിയിക്കുന്ന 2-3 സിദ്ധാന്തങ്ങൾ നമ്മൾ പഠിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ കോണുകൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ട്രയാങ്കിൾ ABC ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഈക്വൽ ആണെന്നുള്ളതിന്റെ സിമ്പിളാണ് ഇവിടെ ഒരു വര വരച്ചിരിക്കുന്നത്. അതിനുശേഷം എയിൽ നിന്ന് ഇങ്ങോട്ട് BCയിലോട്ട് ഒരു ലൈൻ വരച്ചിരിക്കുന്നു. ഡി ഇതിന്റെ മിഡ് പോയിന്റ് ആണ് എന്ന് കൺസിഡർ ചെയ്തു. ഡി മിഡ് പോയിന്റ് ആണ് എന്ന് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ കൺസ്ട്രക്ഷൻ ആണ്. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ എഴുതുന്നു, ഇൻ ട്രയാങ്കിൾ ABC, AB equal to AC, D is the midpoint of BC. To prove angle B equal to angle C, ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയെന്ന് നോക്കിയാൽ, ഇൻ ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ ACD ഈ 2 ട്രയാങ്കിൾ എടുക്കും. ത്രികോണം ABDയും ത്രികോണം ACDയും എടുക്കും. AB ഈക്വൽ ടു AC, ABയും ACയും തന്നിട്ടുണ്ട്. ഗിവൺ മലയാളം മീഡിയംകാർ തന്നിട്ടുണ്ട് എന്ന് എഴുതിയ AB AC ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് BD ഈക്വൽ ടു CD, BDയും CD ഈക്വൽ ആണ്. കാരണം D ഈസ് ദി മിഡ് പോയിന്റ്. BCയുടെ മധ്യബിന്ദു D, BCയുടെ മധ്യബിന്ദു D ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് BC. BCയുടെ മധ്യബിന്ദു D. AD ഈക്വൽ ടു AD, 2 ത്രികോണത്തിലും 2 ട്രയാങ്കിളിലും കോമൺ ആണ്. അതുകൊണ്ട് കോമൺ അല്ലെങ്കിൽ കോമൺ സൈഡ് അല്ലെങ്കിൽ പൊതുവായ വശം, മലയാളം മീഡിയംകാർ പൊതുവായ വശം. അപ്പം ഈ വശവും തുല്യമായി, ഈ വശവും തുല്യമായി, ഈ വശത്തിന് തന്നെ തുല്യമായി. 3 വശങ്ങൾ വീതം തുല്യമായതുകൊണ്ട് ട്രയാങ്കിൾ ABDയും ട്രയാങ്കിൾ ACDയും ഈക്വൽ ആണെന്ന് പറയാം. SSS റൂൾ, SSS നിയമം അനുസരിച്ച് ഈ 2 ട്രയാങ്കിളും ഈ 2 ത്രികോണങ്ങളും തുല്യമാണ്, ഈക്വൽ ആണ്. സോ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി. അതുകൊണ്ട് ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ്. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. ഏതിനാ? ഈ സൈഡിന് ഈക്വൽ ആയിട്ടുള്ള ഈ സൈഡിന് ഓപ്പോസിറ്റ് ആണ് 2 ആംഗിളും. അതുകൊണ്ട് ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഐസോസെലസ് ട്രയാങ്കിളിന്റെ ബേസ് ആംഗിൾ ഈക്വൽ ആണ്. ഐസോസെലസ് ട്രയാങ്കിളിന്റെ ബേസ് ആംഗിൾ ഈക്വൽ ആണ്. ഐസോസെലസ് ട്രയാങ്കിളിന്റെ ആംഗിളിനെ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, ബേസ് ആംഗിൾ എന്നും വെർട്ടെക്സ് ആംഗിൾ എന്നും. ഈ ആംഗിളിനെ കോമൺ, ഈ 2 സൈഡ് ഈക്വൽ ആണ്. ഇതിനെ വെർട്ടെക്സ് ആംഗിൾ എന്നും ഇതിനെ 2 ബേസ് ആംഗിൾസും എന്നാണ് പറയുന്നത്. അപ്പം എന്ത് പറയാം നമുക്ക്? ഇനി എന്ത് പറയാം? ഇനി നമുക്ക് വളരെ ഉറച്ചു തന്നെ പറയാൻ പറ്റും, ഐസോസെലസ് ട്രയാങ്കിൾസിന്റെ ബേസ് ആംഗിൾ ഈക്വൽ ആണ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഒരു ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സിന് 2 സൈഡ്സ്, ഇഫ് 2 sides of triangle are equal, then angles opposite to equal sides are equal. ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ ആ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഇത്, ഈ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഇത്. അതുകൊണ്ട് ഈ 2 ആംഗിളും ഈക്വൽ ആണ്. അപ്പം എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതുക, ഹെഡിങ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതുക,
എഴുതുക. ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ, ദ ആംഗിൾ ഓപ്പോസിറ്റ് ദീസ് സൈഡ്സ് ആർ ആൾസോ ഈക്വൽ. നിങ്ങൾ എഴുതുക. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് ഹെഡിങ് എഴുതി. അതിന്റെ കാര്യമാണ് പറയുന്നത്. ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ, ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ദീസ് സൈഡ്സ് ആർ ആൾസോ ഈക്വൽ. ഒരു ത്രികോണത്തിന്റെ രണ്ടു വശങ്ങൾ തുല്യമായാൽ, അവയ്ക്കെതിരെയുള്ള കോണുകൾ തുല്യം. ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 23 ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് എഴുതിയെടുക്കുക. അതിനുശേഷം നിങ്ങൾ എഴുതുക ടു പ്രൂവ് ബേസ് ആംഗിൾസ് ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ടു പ്രൂവ് ബേസ് ആംഗിൾസ് ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ എന്ന് ഹെഡിങ് എഴുതി അതിന് താഴെ നിങ്ങൾ ഇത് ഇത്രയും എഴുതി എടുക്കുക. എന്നിട്ട് നല്ലതുപോലെ പഠിക്കുക. പരീക്ഷയ്ക്ക് ഇത് കൃത്യമായും ചോദിക്കാൻ സാധ്യതയുള്ള, പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം. ഇനി അടുത്തത് നമ്മൾ ഇത് വെച്ചുകൊണ്ട് അടുത്ത ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത കാര്യത്തിലേക്ക് കടക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് ഈക്വൽ ആയിരുന്നാൽ ഈ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി അടുത്തത് അതിന്റെ കൺവേഴ്സ്, അതിന്റെ വിപരീതമായിട്ടുള്ളത്. ഒരു ട്രയാങ്കിളിന്റെ 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും ഇത് എഴുതുക. ഇഫ് 2 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ, then the sides opposite the equal angles are equal. ഒരു ത്രികോണത്തിന്റെ 2 കോണുകൾ തുല്യമായിരുന്നാൽ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ തുല്യം. ഒരു ത്രികോണത്തിന്റെ 2 കോണുകൾ തുല്യമായിരുന്നാൽ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ തുല്യം എന്ന് തെളിയിക്കുക. അതാണ് ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് മീഡിയക്കാര്, if 2 angles of a triangle are equal, then sides opposite to equal angles are equal. ആ ടെക്സ്റ്റിലെ 25th പേജ് ഏറ്റവും മുകളിലായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അത് എഴുതിയെടുക്കുക. എന്നിട്ട് ടു പ്രൂവ്, തെളിയിക്കുക. അതെങ്ങനെയാണ് തെളിയിക്കുന്നത് എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇവിടെ ഈ ട്രയാങ്കിൾ എ ബി സി AD വരച്ചിരിക്കുന്നു. പെർപെൻഡിക്കുലർ ആണ് വരച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ ഈ സൈഡ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ടത് പറയാൻ പറ്റൂല. അപ്പൊ പറഞ്ഞിരിക്കുന്നു ഈ ആംഗിളും ഈക്വൽ ആണ്, ബേസ് ആംഗിൾ ഈക്വൽ ആണ്. നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ് AD പെർപെൻഡിക്കുലർ BC. AD BCക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇൻ ട്രയാങ്കിൾ ABC, ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ C ആൻഡ് AD പെർപെൻഡിക്കുലർ BC. ടു പ്രൂവ് AB ഈക്വൽ ടു AC. AB AC തുല്യമാണ് തെളിയിക്കണം. ത്രികോണം ABCയിൽ കോൺ ബിയും കോൺ സിയും തുല്യം. അതുപോലെ AD ലംബം BC, AB സമ AC എന്ന് തെളിയിക്കണം. നോക്കാം. ഇൻ ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ ACD, ഈ 2 ട്രയാങ്കിൾ, ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ C ഗിവൺ തന്നിട്ടുണ്ട്. അതേപോലെ ആംഗിൾ ADBയും ആംഗിൾ ADCയും ഈക്വല് 90 ഡിഗ്രി. രണ്ടും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 90 ഡിഗ്രി. അതേപോലെ അപ്പം ശ്രദ്ധിക്കുക, ഈ ആംഗിളും ഈക്വലായി, ഈ ആംഗിളും ഇപ്പുറത്തെ ആംഗിളും ഈക്വലായി. അപ്പം ഈ 3 ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 180. അതേപോലെ ഇപ്പുറത്തെ 3 ആംഗിളും കൂടെ ആഡ് ചെയ്താലും 180. അപ്പം ഇത് 2 ആഡ് ചെയ്യുന്നതും ഇത് 2 ആഡ് ചെയ്യുന്നതും ഈക്വൽ ആണ്. ഈക്വൽ ആഡഡ് ടു ഈക്വൽസ് ഓൾ ആർ ഈക്വൽ എന്ന് പറഞ്ഞു. തുല്യമായതിനോട് തുല്യമായത് കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരവും തുല്യം. അപ്പൊ ഇത് 2 കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരവും ഇത് 2 കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരവും തുല്യം. അപ്പൊ എന്നിട്ട് 150 ഇത് 2 കൂടെ ഈ കോൺ കണ്ടുപിടിക്കാൻ, ഈ കോൺ 150 കുറച്ചാൽ മതി. അതുകൊണ്ട്
തുല്യമായിട്ട് കുറയ്ക്കുന്നത് കൊണ്ട് ഒരേ സംഖ്യ ആയിരിക്കും കുറയ്ക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ആംഗിളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പം അങ്ങനെ വന്നപ്പം നോക്കിക്കേ, എന്താ ഞാൻ ഈ മൂന്നാമത്തെ ആംഗിൾ പറയാൻ ഇത് ഈ വശമോ തുല്യമാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഈ വശം തുല്യമായിരുന്നെങ്കിൽ ASA അപ്ലൈ ചെയ്യാറ്, പക്ഷെ പറ്റൂല. ഞാൻ അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു സൈഡ് ഇതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അപ്പം എന്തായി? ആംഗിൾ സൈഡ് ആംഗിൾ, ആംഗിൾ സൈഡ് ആംഗിൾ ASA റൂൾ അനുസരിച്ച് ഈ രണ്ട് ട്രയാംഗിളും എന്തായി? ഈക്വലായി. അങ്ങനെയാണെങ്കിൽ എബിയും AC എന്തായി? AC എന്തായി? ഈക്വലായി. അപ്പം ഒരു ട്രയാംഗിളിന്റെ രണ്ട് ആംഗിൾ if two angles of a triangles are equal, then the sides opposite to these angles are equal. ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ തുല്യമായാൽ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ തുല്യം. അപ്പം ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഇവിടെ ഓർമ്മിക്കുക. അതിവിടെ പ്രൂഫായിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ എങ്കിലും നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുന്നു. അതായത് ഒരു ഐസോസലസ് ട്രയാംഗിളിന് പെർപെൻഡിക്കുലർ വരച്ചാൽ, ബേസ് സൈഡിനെ ബൈസെക്ട് ചെയ്യും. അപ്പം AD പെർപെൻഡിക്കുലർ BC ആയാൽ D is the midpoint of BC ആയിരിക്കും. സമപാർശ്വ ത്രികോണത്തിന്റെ പാദവശത്തിലേക്ക് വരയ്ക്കുന്ന ലംബം പാദവശത്തെ സമഭാഗം ചെയ്യും, തുല്യമായി ഭാഗിക്കും. അത് പ്രൂഫായിട്ട് പറഞ്ഞുതരാം. ഇനി ഇത്രയുമാണ് ഐസോസലസ് ട്രയാംഗിളിന്റെ കാര്യവുമായിട്ട് പറയാനുള്ളത്. ഞാൻ അടുത്ത അതിലൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഒരു ഇത് കൂടെ, ഇക്വലേറ്റർ ട്രയാംഗിളിന്റെ ബേസ് ആംഗിൾസ്, ഓൾ ആംഗിൾസ്. ഇക്വലേറ്റർ ട്രയാംഗിളിന്റെ ഓൾ ആംഗിൾസ്, 3 ആംഗിൾസ് 60 ഡിഗ്രി. ഓർമ്മിക്കുക, ഇക്വലേറ്റർ ട്രയാംഗിളിന്റെ 3 ആംഗിൾസും എന്താ? ഈച്ച് ആംഗിൾസ് എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. സമഭുജ ത്രികോണത്തിന്റെ എല്ലാ കോണുകളും 60 ഡിഗ്രി. അതെങ്ങനെയാണ് തെളിയിക്കാനൊന്നും പോകണ്ട, അത് നിങ്ങൾ അത് എഴുതിയെടുക്കുക, അതുകൊണ്ട് ഓർമ്മിക്കുക. അപ്പം ഐസോസലസ് ട്രയാംഗിളിന്റെ 2 സൈഡ്സ് ഈക്വൽ, ബേസ് ആംഗിൾസ് ഈക്വൽ. പെർപെൻഡിക്കുലർ വരച്ചാൽ ബൈസെക്ട് ചെയ്യും, ബേസിനെ ബൈസെക്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുക. അതുമായി ബന്ധപ്പെട്ട പ്രൂഫോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ഇതിൽ പറഞ്ഞു തരാനൊക്കെ ഉണ്ട്, പറഞ്ഞു തരാം. ഇനി ഇവിടെ ഓർമ്മിക്കുക, നിങ്ങൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞുതരാം. ഇനി ഈ ഈക്വൽ ട്രയാംഗിൾസിന്റെ റൂൾസ് പറഞ്ഞതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് SSS, SAS, ASA. ഇനി പൊതുവിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല, പൊതുവിൽ രണ്ടെണ്ണവും കൂടെ വേണമെങ്കിൽ പറയാം. AAS, RHS. ഇങ്ങനെ 5 സിദ്ധാന്തങ്ങളാണ്, തിയറംസ് ആണ് ട്രയാംഗിളുകൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഇതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇതിൽ 3 എണ്ണം നിങ്ങൾക്ക് ഇപ്പോൾ ടെക്സ്റ്റ് പഠിക്കാറുണ്ട്, ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. ഈ AAS എന്ന് പറഞ്ഞാൽ 2 ആംഗിൾസ് ആൻഡ് എ സൈഡ്. 2 ആംഗിൾസും കോമൺ സൈഡ് അല്ല, ഒരു സൈഡും മറ്റൊരു ട്രയാംഗിളിന്റെ 2 ആംഗിൾസിനും അതിന്റെ കറസ്പോണ്ടിങ് സൈഡിന് ഈക്വൽ ആയാൽ ട്രയാംഗിളുകൾ ഈക്വൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് RHS, റൈറ്റ് ആംഗിൾ ഹൈപ്പോട്ടനസ് സൈഡ്. ഒരു റൈറ്റ് ട്രയാംഗിളിന്റെ RI ഹൈപ്പോട്ടനസും ഒരു സൈഡും, മറ്റൊരു റൈറ്റ് ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടനസിനും സൈഡിനും ഈക്വൽ ആയാൽ ആരിന് ട്രയാംഗിളും ഈക്വൽ ആയിരിക്കും. അങ്ങനെ മൊത്തം 5 റൂളാണുള്ളത്. റിവിഷൻ വർക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പം ഈ 2 റൂൾ ഒരിക്കൽ കൂടെ പറയാം. ഇപ്പോൾ നമ്മുടെ പോർഷൻ കുറച്ച് പിറകിലായതുകൊണ്ട് കൂടുതൽ പറഞ്ഞിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ടെക്സ്റ്റിലേക്ക് കിടക്കുകയാണ്. നമുക്ക് ടെക്സ്റ്റിലെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക. പേജ് നമ്പർ 26. Some isosceles triangles are drawn below. In each, one angle is given
ഫൈൻഡ് ദി അതർ ആംഗിൾസ്. അതാണ് ക്വസ്റ്റ്യൻ. കുറച്ച് സമപാർശ്വ ത്രികോണങ്ങൾ തന്നിരിക്കുന്നു, അവയുടെ ഒരു കോണും തന്നിട്ടുണ്ട്, ബാക്കി കോണുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നോക്കാം, ഈ ഫിഗറില് ഇതാണ് ഈക്വല് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് സൈഡിനും ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പം ഈ ആംഗിളും ആണ് ഈക്വൽ. അപ്പം ഇത് 30 ആയി, ഇതും എന്തായിരിക്കും? അപ്പം ഈ ആംഗിൾ തേർഡ് ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പം 180 മൈനസ് 30 പ്ലസ് 30 ഈക്വൽ ടു 180 മൈനസ് 60 120 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ എത്രയായി? അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് 30 ആണ്. അപ്പൊ നോക്കിയപ്പം ഈ സൈഡും ആണ് ഈക്വൽ. അപ്പം ഈ സൈഡിന് ഓപ്പോസിറ്റ് 30, അതുകൊണ്ട് ഈ സൈഡിന് ഓപ്പോസിറ്റും 30. ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരുന്നു. ഇനി അടുത്ത ഫിഗർ ഇവിടെ 60. ഈ ഫിഗറില് ഈ സൈഡും ആണ് ഈക്വൽ. ഫിഗർ കണ്ടാൽ ആ രണ്ട് സൈഡും ആണ് ഈക്വൽ. അതുകൊണ്ട് ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 180 നമ്മൾ 60 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ 120 ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു, 2 ഈക്വൽ പാർട്ട് ആക്കുന്നു 60. കാര്യം എന്താ? ഈ ആംഗിൾ ഈക്വൽ ആണ്. അപ്പം 180 60 സബ്ട്രാക്ട് ചെയ്ത 120 ഡിവൈഡഡ് ബൈ 2 60. അപ്പൊ ഈ ആംഗിൾ 60, ഈ ആംഗിളും 60. അപ്പൊ അതുകൊണ്ട് ഇതിന് 3 ആംഗിൾ 60 ആയി. അതുകൊണ്ട് നമുക്ക് ഇതിന് എന്തെന്ന് പറയാം? ഇക്വലായിട്ട് ട്രയാംഗിൾ എന്ന് പറയാം. ഈ ഫിഗറില് ബേസ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇതുമാണ്. കാരണം ഈ സൈഡും ആണ് ഈക്വൽ. അതുകൊണ്ട് ഈ ആംഗിളും ആയിരിക്കും ഈക്വൽ. അപ്പം 180 മൈനസ് 20 160. 160 ബൈ 2 80. അപ്പം ഈ ആംഗിൾ 80, ഈ ആംഗിളും 80. ഇനി ഇവിടെ നോക്കിയേ, ഈ ഫിഗർ കണ്ട ഈ സൈഡും ആണ് ഈക്വൽ. അപ്പം ബേസ് ആംഗിൾസ് എന്ന് പറയുന്നത് ഈ ആംഗിളും ആണ്. അപ്പൊ ഇത് രണ്ടുമാണ് ഈക്വൽ. അതുകൊണ്ട് 180 നമ്മൾ 100 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 80 എന്ന് കിട്ടും. 80 ബൈ 2 40 ഡിഗ്രി. അപ്പം ഈ ആംഗിൾ 40, ഈ ആംഗിളും 40. ബേസ് ആംഗിൾസ് ഈക്വൽ. അപ്പം ഈ ട്രയാംഗിളിന്റെ ബേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതുമാണ്. ഈ ട്രയാംഗിളിന്റെ ബേസ് ആംഗിൾ ഇത് ഇക്വലായിട്ട് ട്രയാംഗിളാണ്, 3 ആംഗിൾ ഈക്വലാണ്. ഇവിടെ ബേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതുമാണ്. അതുകൊണ്ട് ഇത് രണ്ടും ആയിരിക്കും ഈക്വൽ. അപ്പൊ ഈ ട്രയാംഗിൾ ഈ ആംഗിളും ആയിരിക്കും ഈക്വൽ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ആംഗിൾ സം പ്രോപ്പർട്ടി, ഒരു ട്രയാംഗിളിലെ 3 ആംഗിളിന്റെ സമ്മ് 180. അതിൽ രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ എങ്ങനെയാണ് ഒരു ആംഗിൾ മാത്രം തന്നിരുന്ന ബാക്കി മറ്റ് 2 ഈക്വൽ ആംഗിൾ കാണുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങൾ ഈ ഫിഗറുകളിൽ നിന്ന് പഠിക്കേണ്ടത്. ഇത് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഐസോസിലസ് ട്രയാംഗിളിന്റെ 1 ആംഗിൾ 90 ഡിഗ്രി. ഐസോസിലസ് ട്രയാംഗിളിന്റെ 1 ആംഗിൾ 90 ഡിഗ്രി. 90 ഡിഗ്രി ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ കുട്ടികളെ ശ്രദ്ധിക്കുക. എബോവ് 90, ഒരു ആംഗിള് 90യോ എബോവ് 90 ആയാൽ ഒരു ആംഗിൾ, ആ ട്രയാംഗിളിൽ പിന്നെ ബാക്കി വരുന്ന 2 ആംഗിളും എന്തായിരിക്കും? അക്യൂട്ട് ആംഗിൾ ആയിരിക്കും, ന്യൂനകോണുകളായിരിക്കും. അപ്പം 90 ഡിഗ്രിയും അതിൽ കൂടുതലും വരുന്ന ഒറ്റ കോണേ കാണുള്ളൂ. 90 ഡിഗ്രി വരുന്ന ഒരു ആംഗിൾ, 90 ഡിഗ്രിയും എബോവ് 90 ഡിഗ്രിയും വരുന്ന ഒരു ആംഗിളേ വരുള്ളൂ. അപ്പം ഇവിടെ ഒരു ആംഗിൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ബേസ് ആംഗിൾ ആവൂല 90. ഓക്കെ, ബേസ് ആംഗിൾ 90 ആയ എന്ത് പറ്റും? 90 പ്ലസ് 90 180. 2 ആംഗിളിന്റെ സമ്മ് തന്നെ 180 ആയി പോകും. അപ്പൊ അത് പോസിബിൾ അല്ല. അപ്പൊ ഒരു കോണ് 90, പിന്നെ പാദകോണ് 90 എടുത്താൽ 2 കോണ് 90 180, അത് ശരിയാവൂല. അതുകൊണ്ട് അപ്പൊ ഈ വശവും ആയിരിക്കും തുല്യം. അപ്പം 180 മൈനസ് 90 ബൈ 2 45. 180 90 കുറച്ചാ 90 ബൈ 2 45.
അപ്പം ഈ കോണ് 45, ഈ കോണും 40. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വൺ ആംഗിൾ ഓഫ് എ ഐസോസെലസ് ട്രയാംഗിൾ ഇസ് 90. വാട്ട് ആർ ദി അതർ ടു ആംഗിൾസ്? അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ, one angle of an isosceles triangle is 60. What are the other two angles? 60. നമ്മൾ തൊട്ട് മുമ്പേ ചെയ്തതാണ്. അപ്പം ഈ ആംഗിൾ 60 എടുത്തു ഞാൻ. അവിടെ ബേസ് ആംഗിൾ ആണെന്നോ അല്ലെന്നോ പറയുന്നില്ല. അപ്പം ഈ സൈഡ് ഈക്വല്. അത് ഞാൻ രണ്ട് ഫിഗറും വരച്ച് കാണിക്കും. രണ്ട് പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് രണ്ടിടത്തും വരച്ച് കാണിക്കും. അപ്പം ആദ്യത്തെ ഇതില് അതിന്റെ ബേസ് ആംഗിൾ എന്ന് പാദകോണെന്ന് പറയുന്നില്ല, ഈക്വൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബേസ് ആംഗിൾ അല്ല, അക്യൂട്ട് ഇത് വെർട്ടെക്സ് ആംഗിൾ എടുത്ത്, അപ്പൊ തുല്യമല്ലാത്ത കോണ് 60 ഡിഗ്രി എടുത്തു. അങ്ങനെ സംഭവിച്ചാൽ 180 നമ്മൾ 60 കുറച്ചു, 120/2 60. അപ്പൊ ഈ എല്ലാ ആംഗിളും എന്ത് വരും? ഇവിടെ 60 വരും. ഇനി ഇവിടെയും ഓക്കെ, ബേസ് ആംഗിൾ ആണ് 60, അതുകൊണ്ട് ഈ ആംഗിളും എന്താവും? 60. അപ്പം 180 മൈനസ് 60 പ്ലസ് 60, 180 മൈനസ് 120, അങ്ങനെ ആയാലും 60 ആണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ഫിഗർ വരച്ച് ചെയ്താലും മതി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഐസോസെലസ് ട്രയാംഗിളിന്റെ ഒരു ആംഗിള് 60 ഡിഗ്രി ആയാൽ, ഐസോസെലസ് ട്രയാംഗിളിന്റെ ഒരു ആംഗിള് 60 ഡിഗ്രി ആയാൽ അതെന്തായിരിക്കും? ഇക്വലേറ്റർ ട്രയാംഗിൾ ആയിരിക്കും. നമ്മളെ പറയാണ് ഐസോസെലസ് ട്രയാംഗിളിന്റെ ഒരു ആംഗിള് 60 ഡിഗ്രി ആണെന്ന് നമ്മളോട് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് എന്തും കൂടെയാണ്? ആ ട്രയാംഗിള് ആൾസോ ആൻ ഇക്വലേറ്റർ ട്രയാംഗിൾ. ഒരു ത്രികോണത്തിന്റെ ഒരു കോണ് 60 ഡിഗ്രി എന്ന്, സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു കോണ് 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആ ത്രികോണം എന്തും കൂടെയാണ്? സമഭുജ ത്രികോണവും കൂടെയാണ്. വേറെ പറഞ്ഞാൽ നടക്കൂല. ഒരു കോണം 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മാത്രം അതെന്തും കൂടെയാണ്? സമഭുജ ത്രികോണം കൂടെയാണ് എന്ന് ഈ ഒരു കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. In the figure below, O is the center of the circle and A, B are points on the circle. Compute angle A and angle B. ഒരു സർക്കിൾ, അതിന്റെ സെന്റർ O, അതിലെ രണ്ട് പോയിന്റ് A ആൻഡ് B. എന്നിട്ട് ഈ ആംഗിള് 60. അപ്പൊ ഇവിടെ ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ ഒരു കാര്യവും പറയാതെ ഒരു സർക്കിളിൽ നിന്നാണ് പറഞ്ഞിരിക്കണം. ഇതിന്റെ ട്രയാംഗിളിലെ സൈഡ് ഈക്വൽ ആണെന്നോ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, OA ഈക്വൽ ടു OB, Y. OA OB ഈക്വൽ ആണ് Y. എന്താ? റേഡി. സർക്കിളിന്റെ റേഡിയസ് ആണ്. OA എന്ന് പറയുന്നത് O സെന്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ OA ഈക്വൽ ടു OB. Therefore ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B. ആംഗിൾ എയും ആംഗിൾ ബിയും എങ്ങനെയായിരിക്കും കുട്ടികളെ? ഈക്വൽ ആയിരിക്കും. അപ്പം ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. അപ്പം therefore ആംഗിൾ A. അപ്പൊ ഇവിടെ എഴുതാം ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ. മലയാളം മീഡിയം കയറി എഴുതുക, തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ. Therefore, so angle A equal to angle B equal to 180 minus 60/2, 120/2, 60 ഡിഗ്രി. അപ്പം ഈ ആംഗിളും അപ്പം
ഒ എയും ഒ ബി ഈക്വലായി. അപ്പൊ തന്നെ എന്തായി? ഐസോസലസ് ട്രയാങ്കിൾ ആയി. ഐസോസലസ് ട്രയാങ്കിളിന്റെ ഒരാംഗിൾ 60 ആയി, ബാക്കി രണ്ടാംഗിളും എന്തായിക്കോളും? 60 ആയിക്കോളും. നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത കാര്യം വെച്ച് നോക്കിയാൽ. ഇതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. 5ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ച് വായിച്ച എല്ലാവരും ഒന്ന്. ഇൻ ദ ഫിഗർ ബിലോ O is the center of the circle and A, B, C are points on the circle. What are the angles of triangle ABC? അപ്പൊ ഫിഗറില് ഒരു സർക്കിളിനകത്തൊരു ട്രയാങ്കിള്, സെന്റർ, അവിടുത്തെ 2 ആംഗിള് 120 120 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. ഈ ആംഗിള് ഒരു ആംഗിൾ എടുക്കാണ്, ഞാൻ അതിന് ഒരു ട്രയാങ്കിൾ എടുക്കാണ്. ഇൻ ട്രയാങ്കിൾ AOB, ട്രയാങ്കിൾ AOB എടുത്തു. OA ഈക്വൽ ടു OB. OAയും OBയും ഈക്വല്. എന്താ കാരണം? റേഡിയസ്, സർക്കിളിന്റെ റേഡിയസ്. therefore ആംഗിൾ OAB, ഈ ആംഗിൾ OAB ഈക്വൽ ടു ആംഗിൾ OBA. അപ്പൊ എന്തായി? അപ്പം സോ ആംഗിൾ OAB ഈക്വൽ ടു ആംഗിൾ OBA ഈക്വൽ ടു 180 മൈനസ് 120/2, 60/2, 30 ഡിഗ്രി. അപ്പൊ ഇതെന്തായി? 30 ഡിഗ്രി. ഓ ഓക്കെ, അടുത്തത് ആംഗിൾ BOC ഈക്വൽ ടു 360 മൈനസ് 120 പ്ലസ് 120. ആംഗിൾ BOC ഈസ് ഈക്വൽ ടു 360 അറൗണ്ട് എ പോയിന്റ്, ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണുകളുടെ തുക 360. നമ്മളൊരു പോയിന്റ് ഇട്ടിട്ട് അതിനവിടെ നമ്മളിനി എത്ര ആംഗിളുകൾ വരച്ചാലും ഈ എല്ലാ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 360, സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ 360. അപ്പം ആംഗിൾ BOC ഈക്വൽ ടു, ഈ BOC കണ്ടുപിടിക്കണം. ഇവിടെ 120 ഉണ്ട്, ഇവിടെ 120 ഉണ്ട്. അപ്പൊ 360 മൈനസ് 240 is equal to 120. അപ്പം അപ്പോ ഇനി നമുക്ക് ഇൻ ട്രയാങ്കിൾ സിമിലർലി in triangle AOC angle OAC equal to angle OCA equal to 30 degree. In triangle
BOC, angle OBC equal to angle OCB equal to 30. നോക്കിക്കോളൂ, ഈ ട്രയാങ്കിളിൽ 120 30 30. ഈ ട്രയാങ്കിൾ 120 ആണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഈ ട്രയാങ്കിൾ 120 തന്നെ. ഇവിടുത്തെ പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ആംഗിൾ 30 ആയതുപോലെ തന്നെ ഇവിടെ എന്താവും? 30 ആവും. ഇതും 30 ആവും, ഇതും 30 ആവും, ഇതും 30 ആവും. കാര്യം എന്താ? ഈ ആംഗിൾ 120 ആണ്. അപ്പോ ഇനി ഇൻ ട്രയാങ്കിൾ ABC, അവസാനം ട്രയാങ്കിൾ ABCയുടെ ആംഗിളുകൾ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആംഗിൾ A ഈക്വൽ ടു 30 പ്ലസ് 30, ആംഗിൾ B ഈക്വൽ ടു 30 പ്ലസ് 30, ആംഗിൾ C ഈക്വൽ ടു 30 പ്ലസ് 30. 60 ഡിഗ്രി, 60 ഡിഗ്രി, 60. ഈ ആംഗിൾ 120 ആയതുകൊണ്ട് ഇത് ഐസോസലസ് ട്രയാങ്കിൾ ആണ്. ബേസ് ആംഗിൾ ഈക്വൽ. ഇവിടെ അതേപോലെ തന്നെ, ഇവിടെ അതേപോലെ. അപ്പം ട്രയാങ്കിൾ ABCയുടെ 3 ആംഗിളും എന്തായി? 30 പ്ലസ് 30 60, 30 പ്ലസ് 30 60, 30 പ്ലസ് 30 60. അപ്പോ പേജ് നമ്പർ 26 ആൻഡ് 27 ആ ചാപ്റ്ററിലെ ആ എക്സസൈസിലെ എല്ലാ ക്വസ്റ്റിന്റെ ആൻസറും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ പറയുക, പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി ആംഗിൾ ബൈസെക്ടറിനെ കുറിച്ച്, ഐസോസലസ് ട്രയാങ്കിളിന്റെ ഈ വെർട്ടെക്സ് ആംഗിൾ, ഈ ആംഗിളിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ലൈനിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ ഇവിടുന്ന് ഈ ആംഗിളിന്റെ ബൈസെക്ടർ വരച്ചു. അപ്പോ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വല്, ഈ സൈഡും ഈ സൈഡും ഈക്വല്, ഈ സൈഡിന് തന്നെ ഈക്വൽ. ശ്രദ്ധിക്കുക, AB-യും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം, വർക്കായിട്ട് പറയാൻ വേണ്ടിയാണ്. AB AC ഈക്വല്, AD ഈക്വൽ ടു AD കോമൺ, ആംഗിൾ BAD-യും ആംഗിൾ CAD-യും ഈക്വല്. കാര്യം ഗിവൺ ബൈസെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. AD ബൈസെക്ട് ആംഗിൾ BAC. അങ്ങനെ വരുമ്പം ഈ രണ്ട് ട്രയാങ്കിളും എന്തായി? ഈക്വലായി. ഈ രണ്ട് ട്രയാങ്കിളും ഈക്വലായി. ട്രയാങ്കിൾ ABD ഈക്വൽ ടു ട്രയാങ്കിൾ ACD. ട്രയാങ്കിൾ ABDയും ട്രയാങ്കിൾ ACD എങ്ങനെയാണ് ഈക്വൽ ആയത് നിങ്ങൾ വർക്കായിട്ട് ചെയ്യാം. അപ്പം ഈക്വലായി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ADB ഈക്വൽ ടു ആംഗിൾ ADC. വൈ ADB-യും ഇതിവിടെ പെർപെൻഡിക്കുലർ ഇപ്പോഴും വരയ്ക്കേണ്ട, അത് പറയാൻ വേണ്ടിയുള്ള കാര്യമായിരുന്നു. ADB-യും ADC ഈക്വൽ. ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്. ഈ രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ഈ ആംഗിളും ഈക്വൽ. ഇനി ആംഗിൾ ADB പ്ലസ് ആംഗിൾ ADC ഈക്വൽ ടു 180 ഡിഗ്രി. LP എന്താ? LP ലീനിയർ പേസ്. നിങ്ങൾ ലീനിയർ പേസ് എന്ന് എഴുതാം, രേഖീയ ജോഡി എന്ന് മലയാളത്തിൽ എഴുതാം. അപ്പം therefore ആംഗിൾ ADB ഈക്വൽ ടു ആംഗിൾ ADC ഈക്വൽ ടു 180/2 90. അപ്പൊ ഇതെന്തായി മാറി? അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യം, ഐസോസലസ് ട്രയാങ്കിൾസിന്റെ വെർട്ടെക്സ് ആംഗിൾ, ആംഗിളിന്റെ ആംഗിൾ ബൈസെക്ടർ അല്ലെങ്കിൽ ഐസോസലസ് ട്രയാങ്കിളിന്റെ ഈ ഈക്വൽ സൈഡ്സിന്റെ കോമൺ പോയിന്റ് ആ ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ആ ആംഗിളിന്റെ ബൈസെക്ടർ വരച്ചാൽ അത് ഓപ്പോസിറ്റ് സൈഡിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതായിരിക്കും? ഈ സൈഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. BC-യും AD-യും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇത് നിങ്ങൾ വർക്കായിട്ട് നിങ്ങൾ ചെയ്യാനുള്ള കാര്യമാണ്. ഇങ്ങനെ ഞാൻ
ചെറുതായിട്ട് പറഞ്ഞു പോകുന്നു. നിങ്ങൾ നല്ലപോലെ എഴുതണം. ഇനി അടുത്തത് കൂടാതെ അപ്പൊ ഇനി ശ്രദ്ധിക്കുക, വെർട്ടെക്സ് ആംഗിളിന്റെ ആംഗിൾ ബൈസെക്ടർ ബേസ് സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ബേസിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ഈ സൈഡ് ഈക്വൽ ആയിരിക്കും. ബൈസെക്ടർ മാത്രം, പെർപെൻഡിക്കുലർ മാത്രമല്ല ബൈസെക്ടറും കൂടെയാണ്. അപ്പം ഈ കോണിൽ നിന്ന് ഇങ്ങനെ ഒരു കോണിന്റെ സമഭാജി വരച്ചാൽ, സമപാർശ്വ ത്രികോണത്തിന്റെ ഈ കോണിന്റെ, അതായത് ഈ തുല്യവശങ്ങളുടെ പൊതുവായ കോണിന്റെ സമഭാജി വരച്ചാൽ, കോണിന്റെ സമഭാജി വരച്ചാൽ എതിർവശത്തിന് ലംബ സമഭാജിയായിരിക്കും. അത് ടെക്സ്റ്റിൽ അത് എഴുതിയിട്ടുണ്ട്. ഇൻ എനി ഐസോസ്ലസ് ട്രയാങ്കിൾ the perpendicular from the point joining equal sides to the opposite side bisect the angle at this point and side opposite എന്ന് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതിയെടുത്തതിന് ശേഷം ടു പ്രൂവ് ഇറ്റ് എന്ന് എഴുതി ഈ ഫിഗറും വരച്ച് നിങ്ങൾ ഇത് പ്രൂവ് ചെയ്ത് നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിൽ എനിക്ക് കാണിക്കണം. ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ എന്നെ കാണിക്കണം. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിന് പലരും എൻ്റെ പേഴ്സണൽ വാട്സാപ്പിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് കാണിക്കാറുണ്ട്. അത് വളരെ നല്ല കാര്യം. എന്നെ പേഴ്സണലായിട്ടുണ്ട് എൻ്റെ വാട്സാപ്പിൽ അയക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ അയച്ചാലും അത് ഞാൻ വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ പറഞ്ഞു തരുന്നതായിരിക്കും. എനിക്ക് എൻ്റെ ഗ്രൂപ്പിൽ അയക്കുന്നവർക്കൊക്കെ തന്നെ ഞാൻ അതിൻ്റെ ആൻസറുകൾ പരമാവധി ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് അങ്ങനെ ഒരു ശീലം ഉള്ളത്. അവർക്കൊക്കെ ഞാൻ അതിന് മറുപടികൾ കൊടുക്കാറുണ്ട്. ഇതും അറിയിക്കുക. ഇനി ഈ ബൈസെക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ വെർട്ടെക്സ് ആംഗിളിന്റെ ആംഗിൾ ബൈസെക്ടറിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു ലൈൻ വരച്ചാൽ, ഒരു ലൈൻ അല്ല, ലൈൻ സെഗ്മെന്റ്. ഈ ലൈൻ സെഗ്മെന്റിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും 6.5 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക, അല്ലെങ്കിൽ 7.5 സെന്റിമീറ്റർ. ഈ ലൈൻ 7.5 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഈ ലൈനിനെ ബൈസെക്ട് ചെയ്യണം, 2 ഈക്വൽ പാർട്സ് ആക്കണം, തുല്യമായി ഭാഗിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ ആംഗിൾ പെർപെൻഡിക്കുലർ ലംബ സമഭാജി വരയ്ക്കണം. പെർപെൻഡിക്കുലർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് കുത്തണം. ഈ പോയിന്റ് കുത്തിയിട്ട് ഈ ലൈൻ സെഗ്മെന്റിന്റെ പകുതിയിൽ കൂടുതൽ, എങ്ങനെ പകുതിയിൽ കൂടുന്ന നീളം, അതിൽ കോമ്പസിന്റെ ഈ അറ്റം എടുക്കുക. ഏകദേശം പകുതിയിൽ കൂടുതലുണ്ട് ഇത്. ഈ 7.5 സെന്റിമീറ്റർ ലെങ്തിലുള്ള ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അതെങ്ങനെയെന്ന് നോക്കാം. അപ്പൊ നമ്മൾ 7.5 സെന്റിമീറ്റർ ലൈൻ സെഗ്മെന്റ് വരച്ചു. അതിനുശേഷം കോമ്പസിന്റെ നീഡിൽ ഇവിടെ കുത്തി മോർ ദാൻ ഹാഫ്, പകുതിയിൽ കൂടുതൽ ലെങ്ത് നമ്മൾ ഇതിൽ ഏകദേശം എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? മുകളിൽ ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുന്നു, താഴെയും ഇങ്ങനെ വരയ്ക്കുന്നു. ഇപ്പുറ സൈഡിൽ വന്ന് ഇപ്പുറ സൈഡിൽ നിന്ന് അതേപോലെ തന്നെ മുകളിൽ വരയ്ക്കുന്നു, താഴെ വരയ്ക്കുന്നു. അപ്പോ ഇവിടെ നിങ്ങൾക്ക് 2 പോയിന്റ് കിട്ടി. ഈ 2 പോയിന്റുകൾ ഒരു സ്കെയിൽ എടുത്ത് വെച്ച് എന്ത് ചെയ്യാ? നിങ്ങൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് ഈ 7.5 സെന്റിമീറ്റർ ലൈൻ സെഗ്മെന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഒന്നും കൂടെ 7.5 സെന്റിമീറ്റർ വരയ്ക്കുന്നു. അതിനുശേഷം കോമ്പസിൽ മോർ ദാൻ ഹാഫ് എടുക്കുന്നു, ഒരെണ്ണം കട്ട് ചെയ്യുന്നു, താഴെ കട്ട് ചെയ്യുന്നു, അപ്പുറത്ത് കുത്തി കട്ട് ചെയ്തിട്ട് ഈ 2 പോയിന്റിലൂടെയും ഒരു സ്കെയിൽ വെച്ച് കട്ട് ചെയ്താൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ ലൈൻ സെഗ്മെന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ഒന്നാമത്തെ. ഇനി അടുത്തത്, ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നിങ്ങൾക്കുള്ളത് ആംഗിൾ ബൈസെക്ടർ. ഇപ്പോ ഒരു ആംഗിള്
ഈ ആംഗിളിന് ബൈസെക്ടർ വരയ്ക്കണം. ഈ ആംഗിളിന്റെ സമഭാജി, കോണിന്റെ സമഭാജി വരയ്ക്കണം. അപ്പോൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. ആദ്യം ഈ പോയിന്റില് നിങ്ങൾ കോമ്പസ് വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ കട്ട്, ഇവിടെയും കട്ട് ചെയ്ത് ഇവിടെയും കട്ട് ചെയ്തു. ഇനി ഇവിടെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ കോമ്പസ് ശാലം വലുതാക്കാം. ഇവിടെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ കോമ്പസ് ശാലം വലുതാക്കാം. എന്നിട്ട് ഈ പോയിന്റ് കുത്തി ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കണം. ഇപ്പുറത്തെ പോയിന്റിൽ കുത്തി ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അവിടെ നിങ്ങൾക്കൊരു പോയിന്റ് കിട്ടും. ആ പോയിന്റ്, ഈ പോയിന്റ് ഇതുമായിട്ട് സ്കെയിൽ വെച്ച് നമ്മളിങ്ങനെ യോജിപ്പിച്ചാൽ ഇതാണ് ആംഗിൾ ബൈസെക്ടർ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ആംഗിൾ ബൈസെക്ടർ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അതിൽ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ ലൈൻ, പേജ് നമ്പർ 29, 6.5 സെന്റിമീറ്റർ ലോങ്, ഡ്രോ ഇറ്റ്സ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. വരയ്ക്കാം. ആ ക്വസ്റ്റ്യൻ ഹോംവർക്ക്. ഡ്രോ എ സ്ക്വയർ, ഈച്ച് സൈഡ് 3.75. അതൊരു പ്രശ്നമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ എ, അപ്പം 3.75 സ്കെയിലിൽ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റൂല. അപ്പം 3.75 പ്ലസ് 3.75 അപ്പൊ 7.5 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ 7.5 എന്ത് ചെയ്യുക? ഒരു 7.5 നിങ്ങൾ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അപ്പം ഈ പോർഷൻ എന്തായിരിക്കും? ഈ പോർഷൻ 3.75, ഈ പോർഷൻ 3.75. ഇനി ഈ അളവ് നിങ്ങൾ എന്ത് ചെയ്യുക? കോമ്പസിൽ ഈ അളവെടുക്കുക. കോമ്പസിൽ നിങ്ങൾ ഈ അളവെടുക്കുക. അപ്പോ കുട്ടികളെ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് നമ്മൾ വരച്ചിരിക്കണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾ വരയ്ക്കണം. അപ്പൊ ഇവിടെ എന്തുമായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇനി സ്ക്വയറിന്റെ പ്രത്യേകത എന്താ? ഓൾ സൈഡ്സ് ഈക്വൽ, ഓൾ ആംഗിൾ 90. അപ്പൊ ഇവിടെ 90 ആയി. ഇനി ഈ മെഷർമെന്റ് കോമ്പസിൽ എടുക്കുക, ഇവിടെ ടച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് ഇവിടെ ഒരാർക്ക്, ഇവിടെ നിന്ന് തിരിച്ച് ഇങ്ങനെ ഒരാർക്ക്. അപ്പൊ അങ്ങനെ വരച്ചു കഴിയുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സ്ക്വയർ 3.75. ഒന്നും കൂടെ 3.75 ഡബിള് 7.5 വരച്ചു. എന്നിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് അതിനെ ഹാഫ് ആക്കി. അപ്പൊ 3.75 ആയി. എന്നിട്ട് ആ മെഷർമെന്റ് നമ്മൾ കോമ്പസിൽ എടുക്കുന്നു. ഇവിടെ ആർക്ക് കട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് കിട്ടി. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് ഇവിടെ കുത്തിക്കൊണ്ട് ഇവിടെ വരച്ച് ഒരു ആർക്ക് കട്ട് ചെയ്തു. തിരിച്ച് ഇവിടുന്നും ഒരു ആർക്ക് ഇങ്ങനെ വരച്ചാലേ നമുക്ക് ഈ കറക്റ്റ് പോയിന്റ് കിട്ടുള്ളൂ. കിട്ടി. നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സ്ക്വയർ. എല്ലാവരും നോട്ട്ബുക്കിൽ ഇത് വരച്ച് എനിക്ക് കാണണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ഹോംവർക്കായിട്ട് തരികയാണ്. അതായത് ഇപ്പൊ തന്നെ പറഞ്ഞതില് പേജ് നമ്പർ 29 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്കാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ പറഞ്ഞത് നിങ്ങൾ ചെയ്യണം. തേർഡ് ക്വസ്റ്റ്യൻ ഹോംവർക്ക്. അടുത്തത്
ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.25. അത് ഇതേപോലെ തന്നെ 2.25 പ്ലസ് 2.25 4.5. അപ്പൊ 4.5 ഒരു ലൈൻ വരയ്ക്കുന്നു. അതിന്റെ ആംഗിൾ ബൈസെക്ടർ വരച്ചു. അപ്പൊ ഇതാണ് 2.5. അപ്പൊ ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞ ഡ്രോ സർക്കിൾ ഓഫ് റേഡിയസ് 2.5. അപ്പൊ ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് ഈ മെഷർമെന്റ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സർക്കിൾ. അപ്പം ഇതാണ് റേഡിയസ്. അപ്പൊ ഇവിടെ കുത്തി ഇതെടുത്ത് സർക്കിൾ വരയ്ക്കാൻ പറ്റും. അപ്പം 4.5 സെന്റിമീറ്റർ ഒരു വര വരച്ചു. അതിന്റെ ലംബ സമഭാജി വരച്ചു. ആ ലംബ സമഭാജി കിട്ടുന്ന പോയിന്റിൽ നിന്ന് ഈ അകലം കോമ്പസിൽ എടുത്ത് നമുക്ക് വൃത്തം വരയ്ക്കാം. അപ്പം ഇതും നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. ഇനി അതില് 5th ക്വസ്റ്റ്യൻ. Draw triangle ABC with AB equal to 6 centimeter. Angle A 22.5 degree. Angle A 22.5 degree. Angle B 67. 22.5. അപ്പൊ 45 ഒന്ന്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? 45 വരയ്ക്കണം. ഇത് ലൈറ്റ് ആയിട്ട് വരയ്ക്കുക. 45 വരച്ചു. അതേപോലെ 67.5 പ്ലസ് 67.5. $135. അപ്പൊ ഇങ്ങനെ ഇനി ഈ ഹാഫ് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ആംഗിൾ ബൈസെക്ടർ ആദ്യം ഒരു കോമ്പസ് വെച്ച് ഇങ്ങനെ വരച്ചു. അതിനുശേഷം ഇവിടെ ആർക്ക് കട്ട് ചെയ്തു, ഇവിടെ വെച്ച് ആർക്ക് കട്ട് ചെയ്തു, അപ്പം കിട്ടി 20. അതേപോലെ ആംഗിൾ ബിയിലും വരച്ചു. ഇവിടെ വെച്ച് ആർക്ക് കട്ട് ചെയ്തു, ഇവിടെ വെച്ച് ആർക്ക് കട്ട് ചെയ്തു, പോയിന്റ്. അപ്പം ABC ഇതാണ് സി. അപ്പം ഇത് 22.5, ഇത് 67.5. ഇത് എത്രയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക. കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. എല്ലാവരും പെട്ടെന്ന് മനസ്സിലാക്കി വരച്ചെടുക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ പേജ് നമ്പർ 30 അതിൽ 6 and 7 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക്. അത് നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് വർക്കായിട്ട് തരികയാണ്. അത് വർക്ക് ചെയ്ത് എനിക്ക് കാണണം. ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ 3 സൈഡ്സ് വരയ്ക്കാൻ പറ്റും നിങ്ങളെ കൊണ്ട്. ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് ദ ബൈസെക്ടേഴ്സ് ഓഫ് 3 ആംഗിൾസ്. അപ്പം ആദ്യത്തത് ഒരു ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ഇങ്ങനെ വരയ്ക്കണം. എല്ലാ സൈഡിനും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അപ്പൊ ഒരു
പ്രോപ്പർട്ടി കിട്ടുക എന്താണെന്നുള്ളത്. അതേപോലെ അടുത്തത് ഒരു ട്രയാങ്കിൾ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, അതിന്റെ എല്ലാത്തിന്റെയും ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാനാണ് പറഞ്ഞത്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ആംഗിൾ ബൈസെക്ടർ. നിങ്ങൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നതായിരിക്കും. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ്, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം പ്ലസ് 7ാമത്തെ ചോദ്യം വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചില ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ 7 വരെയുള്ള അല്ലെ ഈ 7 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്ത് എനിക്ക് കാണും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇനി നമുക്ക് അതിന്റെ 8th ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ഇഫ് ബോത്ത് പെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലേറ്ററൽ ആർ ഈക്വൽ then it's a parallelogram. ഓരോ ജോഡി എതിർവശങ്ങളും തുല്യമായാൽ ഒരു ചതുർഭുജം സാമാന്ത്രികമാണ് എന്ന് തെളിയിക്കണം. അപ്പം ഞാനൊരു ഫിഗർ വരച്ചു. എ ബി സി ഡിയുടെ എ ബിയും സി ഡിയും ഈക്വല്, ബി സിയും ഡി എയും ഈക്വൽ. അങ്ങനെയാണെങ്കിൽ എ ബി സി ഡി ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇൻ ക്വാഡ്രിലേറ്ററൽ എ ബി സി ഡി, എ ബി ഈക്വൽ ടു സി ഡി ആൻഡ് ബി സി ഈക്വൽ ടു ഡി എ. ടു പ്രൂവ് എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം. ചതുർഭുജം എ ബി സി ഡിയിൽ എ ബി സമം സി ഡി, അതുപോലെ ബി സി സമം ഡി എ. എ ബി സി ഡി ഒരു സാമാന്ത്രികം തന്നെ ചിഹ്നമാണിത്, സാമാന്ത്രികമാണ് എന്ന് തെളിയിക്കുക. പാരലോഗ്രാം എന്ന് മൊത്തം എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതിയാലും മതി. അപ്പം ഇൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ സി ഡി എ, 2 ട്രയാങ്കിൾ എടുത്തു. എ ബി ഈക്വൽ ടു സി ഡി, എ ബി സി ഡി ഗിവൺ തന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ബി സി ഈക്വൽ ടു ഡി എ അതുപോലെ പറഞ്ഞിട്ടുണ്ട്. എ സി ഈക്വൽ ടു എ സി രണ്ടിലും ഉണ്ട്, കോമൺ. അതുകൊണ്ട് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ട്രയാങ്കിൾ സി ഡി എ ബൈ SSS റൂൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എ ബി, ഈ ആംഗിളും ആംഗിൾ എ സി ഡി, ഈ ആംഗിളും ഈക്വൽ. അതായത് ഈ സൈഡിന് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ബി സിക്കും ഡി എക്കും ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ഈ 2 ആംഗിൾ ഈക്വൽ. ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വൽ. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. Therefore, AB parallel CD. അതുകൊണ്ട് AB യും CD യും പാരലൽ ആണ്. റീസൺ ആൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്താണ് അവിടെ? ഈക്വൽ ആണ്. ആൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ആൾട്ടർനേറ്റ് ആംഗിൾസ് എങ്ങനെയാണ്? ഈക്വൽ ആണ്. അതുപോലെ ആംഗിൾ 3യും ആംഗിൾ 4ഉം ഈക്വൽ ആണ്. അതൊന്നും എഴുതാൻ വേണ്ടി നിൽക്കില്ല. ആംഗിൾ 3യും ആംഗിൾ 4ഉം ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ബി സി ഡി എ എന്തായിരിക്കും? ഈക്വൽ. സിമിലർലി ബി സി പാരലൽ ഡി എ, ബി സിയും അതും. സോ എ ബി സി ഡി ഇസ് എ പാരലോഗ്രാം. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. റീസൺ പാരലോഗ്രാമിന്റെ ബേസിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ എന്നാണ്. അതുകൊണ്ട് എ ബി സി ഡി എന്തായി? ഒരു പാരലോഗ്രാം ആയി. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് എഴുതിയെടുക്കണം. എന്നിട്ട് 1-2 പ്രാവശ്യം റിവൈൻഡ് ചെയ്ത് ഇത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എല്ലാവരും ഒന്ന് വായിച്ചേ. അടുത്ത ചോദ്യം എല്ലാവരും നല്ലതുപോലെ ഒന്ന് വായിക്കുക. നമുക്ക് അതിലേക്ക് പോകാം. ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്. ഇൻ ദ ഫിഗർ ബിലോ എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം. ABCD is a parallelogram and AP equal to CQ. AP equal to CQ. AP equal to CQ.
AP equal to CQ. Prove that PBQD is a parallelogram. അപ്പോ ഓക്കെ, നമുക്ക് എഴുതാം AB equal to CD. Opposite sides of parallelogram. Opposite sides of parallelogram. AP equal to CQ. Given. തന്നിട്ടുണ്ട് കുട്ടികളെ. അപ്പം നമുക്ക് എന്ത് എഴുതാം? AB minus AP equal to CD minus CQ. ABയും CDയും ഈക്വല്, അതേപോലെ APയും CQ ഈക്വല്. ഈക്വൽസ് സബ്ട്രാക്റ്റഡ് ഫ്രം ഈക്വൽ, റിമൈനിങ് ആൾസോ ഈക്വൽ. അതുകൊണ്ട് തുല്യമായതിൽ നിന്ന് തുല്യമായവ കുറച്ചാൽ ബാക്കി വരുന്നത് എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പം ABയിൽ നിന്ന് AP കുറച്ചാൽ PB ഈക്വൽ ടു DQ. PBയും DQ ഈക്വലായി. PBയും DQ ഈക്വലായി. PB പാരലൽ DQ. റീസൺ ഇങ്ങനെ എഴുതിയാൽ മതി, AB പാരലൽ CD. ABയും CDയും പാരലാണ്. അപ്പൊ അതിന്റെ പാർട്ടും എന്തായിരിക്കും? പാരലായി. അപ്പം ഇത് PB DQ ഈക്വലായി, PB DQ എന്തായി? പാരലായി. ഇനി അടുത്തത്, ഇൻ ട്രയാങ്കിൾ APD ആൻഡ് ട്രയാങ്കിൾ BCQ. നമുക്കറിയാം ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. നമ്മൾ നോക്കുകയാണ്, ഈ സൈഡും ഈക്വൽ ആയിരിക്കും, ഈ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പം ഈ ട്രയാങ്കിളും എന്തായി? ഈക്വലായി. അപ്പം ഇനി എഴുതുക, ഇൻ ട്രയാങ്കിൾ APD DA ഈക്വൽ ടു BC. Reason, opposite sides of parallelogram. DAയും BC ഈക്വലായി. അടുത്തത് AP ഈക്വൽ ടു CQ. given തന്നിട്ടുണ്ട്. DA ഈക്വൽ ടു BC, ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം, സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ. AP ഈക്വൽ ടു CQ given. ഇനി അടുത്തത്, ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ C, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പാരലോഗ്രാം. പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ. ട്രയാങ്കിൾ APD ഈക്വൽ ടു ട്രയാങ്കിൾ BCQ. SAS റൂൾ അനുസരിച്ച് ഈ രണ്ട് ട്രയാങ്കിളും ഈക്വലായി. അങ്ങനെയെങ്കിൽ PD ഈക്വൽ ടു BQ. അപ്പം ഇനി എഴുതാം, ഇൻ ക്വാഡ്രിലാറ്ററൽ PBQD ഈക്വൽ ടു DQ, BQ ഈക്വൽ ടു PD.
ഓപ്പോസിറ്റ് സൈഡ്സ് പെയർ ഓഫ്, ശ്രദ്ധിക്കുക, പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, therefore PBQD is a parallelogram. അപ്പൊ തൊട്ടു മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയാൽ അതൊരു പാരലോഗ്രാം ആണ്, പ്രൂവ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഇനി തൊട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ആ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയാൽ അത് എന്തായി, പാരലോഗ്രാം ആയി. അപ്പം ഒരു ക്വാഡ്രിലേറ്ററിന്റെ ഓപ്പോസിറ്റ് സൈഡ് പാരലാണെന്ന് പറഞ്ഞാൽ മാത്രമേ പാരലോഗ്രാം ആവൂ എന്നില്ല. ഓപ്പോസിറ്റ് സൈഡ്സ്, പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞാലും അതെന്താവും, ഒരു പാരലോഗ്രാം ആവും. അങ്ങനെ നമ്മൾ പി ബി ഒന്നുകൂടെ പറയാം, എ ബിയും സി ഡി ഈക്വൽ ആണ്, അതുകൊണ്ട് അതേപോലെ എ പിയും സി ക്യു ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എ ബിയിൽ നിന്ന് എ പി സബ്ട്രാക്ട് ചെയ്താൽ പി ബി കിട്ടും, സി ഡിയിൽ നിന്ന് സി ക്യു സബ്ട്രാക്ട് ചെയ്താൽ ഡി ക്യു കിട്ടും. അങ്ങനെ പി ബിയും ഡി ക്യു ഈക്വൽ ആക്കി. ഇത് വേണമെന്നില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അടുത്തത് ഇൻ ട്രയാങ്കിൾ എ പി ഡി, ഈ ട്രയാങ്കിൾ എടുത്തു, ഈ സൈഡ് ഈക്വല് അറിയാം, ഈ സൈഡ് ഈക്വല് തന്നിട്ടുണ്ട്, ഈ ആംഗിളും ഈക്വൽ. അപ്പം എ എസ് അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വലായി. ഈ ട്രയാങ്കിൾ രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ഈ സൈഡും ഈക്വലായി, ഈ സൈഡ് ഈക്വൽ ആയാൽ അപ്പൊ ഈ സൈഡ് ഈക്വലായി. ഓൾറെഡി ഈ സൈഡ് ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലായി, അതുകൊണ്ട് PBQD ഒരു പാരലോഗ്രാം ആയി. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. രമണ, അരവിന്ദ് ജോ കട്ടിയടാ.